വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടായിരുന്നോ? ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടോ? ലാലേട്ടൻ വന്നത് നെവിനെ പെറുക്കി ഉടുക്കുമെന്നാണോ നിങ്ങൾ ചിന്തിച്ചത്? ഞാനും അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ എന്താ അവിടെ സംഭവിച്ചത്? കൂടുതൽ ഇൻട്രോയും കാര്യങ്ങളും ഒന്നുമില്ല. നേരെ നമ്മൾ പറയാനുള്ളതിലോട്ട് അങ്ങ് കിടക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക, ഹൈപ്പിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക, കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഒരു ലൈക്ക് അടിക്കുക കേട്ടോ. അത് കൂടുതലായിട്ട് ഇങ്ങനെ നമുക്ക് നേരെ വിഷയത്തിലോട്ട് കയറാം. ഇന്നത്തെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരാഴ്ചക്കാലം 3 ക്യാപ്റ്റന്മാരായിരുന്നു ആ വീടിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആര്യൻ ക്യാപ്റ്റൻ, അക്ബർ ക്യാപ്റ്റൻ ആൻഡ് ദ മെയിൻ നെവിൻ ക്യാപ്റ്റൻ. ഈ 3 പേരാണ് ആ വീടിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. ഇവരെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ ഇവർ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് ഈ സൈഡ് നമുക്ക് തന്ന് വീട് നമുക്ക് തന്ന് നമുക്കിനി എന്തും ചെയ്യാം. നിനക്ക് ഫുഡില്ല, നീ ഞാൻ തരുന്നത് ഞണ്ണിയാൽ മതി. നിനക്ക് ഫുഡില്ല, എനിക്ക് എന്തും തിന്നാം, ഞാൻ തിന്നും. ഒരു പാട്ട തൈര് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എനിക്ക്, ബാക്കി പകുതി നിങ്ങൾ 8 പേരും കൂടെ ഷെയർ ചെയ്ത് തിന്നോ, എൻ്റെ ഒരു ഔദാര്യമായിട്ട് കണ്ടാൽ മതി. ഈ ഒരു സെറ്റപ്പിലാണ് ഇവന്മാർ അവിടെ മൊത്തം ഭരിച്ചുകൊണ്ടിരുന്നത്. ബേസിക്കലി ഈ കഴിഞ്ഞൊരാഴ്ചക്കാലം ബിഗ് ബോസിലെ ഓരോ എപ്പിസോഡ് കാണുമ്പോഴും ഓരോ BB+ കാണുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായൊരു വികാരം, അതായത് നെവിൻ അനുമോളെ പുറകെ നടന്ന് ചൊറിയുന്നു, അനുമോളുടെ ബെഡിൽ വെള്ളം കോരി ഒഴിക്കുന്നു, ഷാനവാസിൻ്റെ നെഞ്ചത്ത് പാല് വലിച്ചെറിയുന്നു, പല തരത്തിലുള്ള മ്ലേച്ഛകരമായ സാധനങ്ങളാണ് ഈ നെവിൻ മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ നെവിൻ ചെയ്യുന്ന മ്ലേച്ഛകരമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ആര്യനെന്തെയും എന്നെ അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് പല കുഴിയിലും ചാടിച്ചവനാണ് നീ എന്ന് പറയുന്ന പോലാണ് ആര്യൻ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അക്ബർ ആണെങ്കിൽ ഒരുത്തൻ പ്രോത്സാഹിപ്പിക്കും, ഒരുത്തൻ ചെയ്യും. അപ്പോൾ ഈ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് മെഴുകി വെള്ളപൂശി വെളുപ്പിക്കണമല്ലോ, ഈ സെറ്റപ്പാണ് അക്ബർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മളെപ്പോലെ ഉള്ള ആളുകൾ ചിന്തിച്ചത് 2 തരത്തിലുള്ള ആളുകളുണ്ട് കേട്ടോ. നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകൾ, മറ്റേ ആളുകളിലേക്ക് ഞാൻ വരാം. ഈ നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകൾ ചിന്തിച്ചത് വീക്കെൻഡ് എപ്പിസോഡ് വരട്ടാ, ലാലേട്ട നിന്നെ അറുത്ത് മസാല പുരട്ടി വറുത്ത് തിന്നും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അതേസമയം ഈ നെവിൻ ചെയ്ത ഈ വിഷയത്തിൽ, അതായത് ഷാനവാസിന്റെ നെഞ്ചത്തേക്ക് പാലെടുത്തെറിഞ്ഞപ്പോൾ ഷാനവാസ് ആദ്യം തൊടാൻ വന്നിട്ടല്ലേ നെവിൻ അതെറിഞ്ഞത്, നെവിൻ ചെയ്തതിൽ എന്താണ് തെറ്റ്, ഹൃദയത്തിന് പ്രശ്നമുള്ളപ്പോൾ മാറി നിൽക്കണം, അറ്റാക്കിന് വരല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെവിൻ്റെ ഭാഗത്തിനെ ന്യായീകരിച്ച കുറച്ച് ആൾക്കാരുണ്ട്. തെറ്റൊന്നും പറയാനില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങളുടെ അഭിപ്രായം അതായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ മനസ്സിൽ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ, ലാലേട്ടൻ വരുമ്പോൾ നമ്മളെ നെവിനെ എടുത്തിട്ട് പുഴുങ്ങും, എന്ത് ചെയ്യും, എന്ത് പറയും, ഇതാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ ചിന്തിച്ചത് വിട്, ഇതിനകത്തുള്ള നെവിൻ തന്നെ പറഞ്ഞത് ലാലേട്ടൻ വരുമ്പോഴത്തേനും എന്നെ എടുത്ത് പഞ്ഞിക്കിടുന്നു, എനിക്കറിയാം, എനിക്ക് ഓൾറെഡി ഇത് കിട്ടും എന്നൊരു സ്റ്റേറ്റ്മെന്റ് നെവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെവിൻ പുറത്ത് പോകും എന്ന് കൂടെ ചിന്തിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വന്നു, നെവിനെ എന്താ നിന്റെ പ്രശ്നം, എഴുതേക്ക്. ഈ ഒരു സാധനം പ്രമോ പോകാൻ വേണ്ടി ചെയ്തു. പ്രമോയിലപ്പോൾ ലാലേട്ടൻ അവനെ പൊക്കി, ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് കാണണം എന്ന് നമുക്കൊരു സാധനം തരാനായിട്ട് ലാലേട്ടൻ അത് ചെയ്തു. പൊക്കി പറമോനെ എന്താ സംഭവം, ഞാൻ ഇന്റൻഷനലി ചെയ്തല്ല. ഓക്കെ, അല്ല നീ ഇരുന്നോളൂ, അനുമോൾ എണീക്കൂ, എന്താണ് സംഭവം പറയൂ. അനുമോൾ പറയും ഇരുന്നോളൂ, അനീഷ് എണീക്കൂ, പറയൂ എന്താണ് സംഭവം. അക്ബർ എണീക്കൂ, എന്താണ് പറയൂ. അത്രയുള്ള സംഭവം, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നീയൊക്കെ എണീക്കുക, നിനക്ക് പറയാനുള്ളതൊക്കെ നീയൊക്കെ പറയുക, നീയൊക്കെ അവിടെ ഇരുന്നോളുക, അത്രയുള്ള സംഭവം. നീയൊക്കെ തന്നെ മനസ്സിലാക്കുക നീയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെറ്റപ്പിലാണ് ലാലേട്ടൻ അത് ചെയ്തത്. ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സീക്രട്ട് ടാസ്ക് ആ വീട്ടിൽ നടന്നിരുന്നു. ഈ സീസണിലെ ആദ്യത്തെ സീക്രട്ട് ടാസ്ക്. ഈ സീക്രട്ട് ടാസ്കിനകത്ത് ആര്യൻ ആ ടാസ്ക് കൊടുക്കുകയും ആ ടാസ്ക് ആര്യൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഷാനവാസിലേക്ക് ഈ ടാസ്ക് എത്തിയപ്പോഴത്തേനും ആ ടാസ്ക് ഷാനവാസ് അത് കുളവാക്കുകയും ചെയ്തു. ഇത് പുറത്ത് വലിയ രീതിയിലുള്ള ജനവികാരത്തെ ഉണർത്തി. ഈ ജനവികാരത്തെ ഉണർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ അവിടെ സംസാരിക്കുന്നതും. ജനവികാരം വലുതായിട്ട് ഉണരുമ്പോഴാണ് ലാലേട്ടൻ അവരെ പെറുക്കിയെടുത്ത് അലക്കുന്നതും. ഷാനവാസിനെ പറ അലക്കി. ആ ഒരു അലക്കൽ, ആ ഒരു ഫയറാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അന്ന് ലാലേട്ടൻ അലക്കിയ അലക്കുണ്ടല്ലോ, ആ അലക്ക് ഇവിടാണ് അലക്കിയെങ്കിലും അതിൻ്റെ സൗണ്ട് കേട്ടത് മറ്റു ഭാഷകളിലാണ്. ഇതാണ്ട കണ്ടുപടി, ലാലേട്ടനെ കണ്ടുപടി, ഇതാവണം ഒരു ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം മറ്റു ഭാഷകളിൽ സർക്കുലേറ്റ് ചെയ്തത്. ആ ഒരു ലാലേട്ടൻ അതിനുശേഷം ഈ ഫുൾ കുൽസിതം, ഇവർക്ക് കുൽസിതം മാത്രമേ ഉള്ളൂ. കുലപുരുഷൻ കാർഡ്, കുലസ്ത്രീ കാർഡ്, സ്ത്രീ കാർഡ്, വിക്ടിം കാർഡ്, ഇത് മാത്രമേ ഈ കണ്ടസ്റ്റൻസ് ആയിട്ട് ഇപ്പം വന്ന ആളുകൾക്ക് അറിയത്തുള്ളൂ. അപ്പം ലാലേട്ടൻ അതുകൊണ്ട് ആദ്യം ആര്യൻ്റെയും ജിസേലിൻ്റെയും പുതപ്പിൻ്റെയിലെ കുൽസിതം, രണ്ടാമത് ഈ ആര്യൻ ഇടപെട്ടതെല്ലാം കുൽസിത കേസല്ലേ. ശരി, ആര്യൻ റെന ഫാത്തിമയെ ഇങ്ങനെ കൈവച്ചിട്ട് നടുക്ക് കിടത്തിയൊരു കുൽസിത കേസ്. 3 ഷാനവാസും നെവിനും തമ്മിലുള്ളൊരു കുൽസിത കേസ്. 4-ാമത്തത്
അനുമോള് മറ്റേ അക്ബർ അങ്ങനെ നോക്കി എന്നുള്ളൊരു കുൽസിത കേസ്. ഇതിങ്ങനെ ഫുള്ള് കുൽസിത കേസുകളാണ് അതിനകത്ത് ഫുള്ള് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെവിൻ ഷാനവാസ് വിഷയത്തിൽ ലാലേട്ടൻ പറഞ്ഞു ഇനി കുൽസിത കാർഡ് ഞാൻ ഇവിടെ എടുക്കില്ലെന്ന്. അതുകൊണ്ടായിരിക്കാം മുന്നോട്ടുള്ള ഒരു കുൽസിതത്തെക്കുറിച്ചും ലാലേട്ടൻ സംസാരിച്ചിട്ടില്ല. അന്നത്തെ ആ എപ്പിസോഡോടെ ലാലേട്ടന് ഇതിനോട്ടുള്ള താല്പര്യം പോയി. ലാലേട്ടൻ ഓൾറെഡി ഈ സീസണിൽ കയറിയത് തന്നെ വലിയ താല്പര്യമൊന്നും ഇല്ലാതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇതുങ്ങൾ പുള്ളിക്കൊരു നാണവും മാനവും പുള്ളി എത്രയെന്ന് വെച്ചിട്ട് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളി ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് അന്ന് മുതലേ ഈ ഷോ കണ്ടക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഷാനവാസിനെ കത്തിച്ചത് മാത്രമാണ് ഒരു ഫയർ സാധനമായിട്ട് തോന്നിയത്. ഈ ഒരു വിഷയത്തിൽ നെവിനെ പൊളപ്പ് പൊളക്കണമായിരുന്നു. അല്ലാതെ ലാലേട്ടൻ ചുമ്മാ പറ എന്താ പ്രശ്നം, എന്താ നിന്റെ പ്രശ്നം, അതാ നിന്റെ പ്രശ്നം, നീരി അടുത്ത മണിക്ക് പ്രശ്നം, ഇങ്ങനെ പറഞ്ഞ് ലാലേട്ടൻ വളരെ സിമ്പിളായിട്ട് അത് വിട്ടു. ഇത് ബിഗ് ബോസിലെ ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു സാധനം, ഇത്രയും വലിയ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള ഒരു ആക്ട് അവിടെ നടന്നിട്ട് നിങ്ങളത് ഇത്ര ലൈറ്റായിട്ടാണ് ആ വിഷയത്തെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ആര്യനെ പോലുള്ളവൻ തന്നെ ചിന്തിക്കും, അല്ലെങ്കിൽ അടുത്ത സീസണിൽ വരുന്നവൻ ചിന്തിക്കും. ഇത്രേ ഉള്ളൂ. അവനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക, പാൽ പാക്കറ്റ് പുറക്കി അവനെ നെഞ്ചെത്തെറിയുക, ശേഷം ലാലേട്ടൻ വരും വളരെ ലൈറ്റായിട്ട് സംഭവം ചോദിച്ചങ്ങ് വിടും, പരിപാടി തീർന്നു. കൂടിപ്പോയി കഴിഞ്ഞാൽ എന്നെ എവിക്റ്റ് ആക്കും, അവനെ ആശുപത്രി കൊണ്ട് എതിരേക്കും, പ്രശ്നം സോൾവ്. ഇത് ആര്യം പറഞ്ഞ സാധനം കേട്ടോ. ഷാനവാസ് ആശുപത്രിയിലായി, ഞാൻ എവിക്റ്റ് ആക്കുന്നു, പ്രോബ്ലം സോൾവ്. ഷാനവാസിന്റെ ഹെൽത്ത് ഒന്നും യാതൊരു പുള്ളിക്കാരനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലത്. അപ്പോൾ ബിഗ് ബോസ് അത് ഇച്ചിരി കൂടെ ഹാർഷായിട്ട് എടുക്കണമായിരുന്നു. പിന്നെ അതിനകത്ത് ഫയറായിട്ട് തോന്നിയൊരു സാധനം ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇത് എൻ്റെ സ്പേസ് ആണ്, ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു. എന്ത് കോളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ലാലേട്ട 100 വിളിക്കുക ലാലേട്ട. ഈ ലാലേട്ട ഇന്നത്തെ എപ്പിസോഡിലും കൂടെ ലാലേട്ടൻ ഫയറായില്ല എന്നുണ്ടെങ്കിൽ ലാലേട്ടനെ നമ്മൾ പെറുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അത് വളരെ മോശം സിറ്റുവേഷനാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഷാനവാസൻ തിരിച്ചു പറഞ്ഞു, ഈ നെവിനൊന്നും ഒന്നും പറയുന്നില്ല. എന്ത് ചോദിച്ചാലും അത് പറ്റിയില്ല ലേട്ടാ, ഞാൻ ഇന്റൻഷനലി ചെയ്തതല്ല ലേട്ടാ, എന്ത് ചെയ്യാനല്ല ലേട്ടാ, അതുകൊണ്ട് ഇവൻ അങ്ങ് നിൽക്കുകയാണ്. ഇത്രയും നാളത്തെ എപ്പിസോഡുകൾ നമ്മൾ കാണുമ്പോഴത്തേനും അക്ബർ വളരെ ജെന്യൂൻ ആയിട്ടൊരു മനുഷ്യനാണ്. അയാൾ മറ്റൊരാൾക്ക് അനീതി നടക്കുമ്പോൾ പോലും അതിൽ ശബ്ദം ഉയർത്തിയ ഒരാളാണ് അക്ബർ. ഈ അക്ബറിൽ നിന്നങ്ങ് മെഴുകുകയാണ്, ഒന്നും പറയാനില്ല. എന്ത് പറയുവന്മാര്. ഞങ്ങൾ 3 കിച്ചൺ ടീം, ഞാനും അവനും ഇവനും, ഞങ്ങൾ ക്യാപ്റ്റന്മാർ കിച്ചൺ ടീം. ഇവരുദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഫുഡ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കിച്ചൺ ടീം അല്ലേ, നമുക്ക് കഴിഞ്ഞിട്ട് പോകാം, നമുക്ക് എന്തും വരി തിന്നാം. ഈ ഒരു സാധനമായിരിക്കണം അവരുദ്ദേശിച്ചത്. മറ്റവർക്ക് ആർക്കും ഫുഡ് കൊടുത്തില്ല. പക്ഷെ ഇവർ 3 ബ്രെഡ് പാലി മുക്കി പഞ്ചസാര വിട്ട് വെച്ച് അടിച്ചു. അതിനെക്കുറിച്ച് ലാലേട്ടൻ ഇവർ മാത്രം ഫുഡ് കഴിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേനും അക്ബർ ഇല്ല ഒന്ന് പറയാൻ വന്നപ്പോഴത്തേനും ലാലേട്ടൻ ചോദിച്ച് ബ്രെഡിന്റെ സാധനം അത് ഞങ്ങൾ കഴിച്ചു ലാലേട്ടാ, അത് ഞങ്ങളുടെ തെറ്റാണ് ലാലേട്ടാ. ഇപ്പുറത്ത് അവനോട് ചോദിക്കുമ്പോൾ നീ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചോ, അതങ്ങനെ പറ്റില്ല ലാലേട്ടാ, അത് പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഡ്രാമയാണെന്ന് തോന്നി ഷാനവാസൊക്കെ വീണപ്പോൾ പിന്നെ അത് ഡ്രാമയല്ലെന്ന് മനസ്സിലാക്കി ലാലേട്ടാ, അത് പറ്റിപ്പോയി ലാലേട്ടാ. അടുത്തവനോട് ചോദിക്കുമ്പോൾ അത് ഞാൻ ഇന്റൻഷനലി ചെയ്തല്ല, അത് പറ്റിപ്പോയി ലാലേട്ടാ, അത് പറ്റിപ്പോയി ലാലേട്ടാ. നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? നിങ്ങൾ ബിഗ് ബോസിനെ പറ്റിക്കും, നിങ്ങൾ ലാലേട്ടനെ പറ്റിക്കും. പക്ഷെ കണ്ടു നിൽക്കുന്ന എല്ലാ ജനങ്ങളെയും പറ്റിക്കാൻ പറ്റുമെന്ന് പ്രിയ ക്യാപ്റ്റന്മാർ ചിന്തിക്കരുത് കേട്ടോ. ഇനി അതിനകത്ത് സംഭവിച്ചൊരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ നെവിനെതിരെ ഫയർ ചെയ്തില്ല എന്ന് മാത്രമല്ല, നെവിനെതിരെ എന്തോ ഒരു ആക്ഷൻ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ആക്ഷനെങ്കിലും വളരെ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലത്. ആ ആക്ഷനും പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഫയർ ഉണ്ടല്ല, ഇത്രയും തോന്നിവാസം ആ വീട്ടിൽ കാണിച്ചിട്ട്. ഇതിനകത്ത് ലാലേട്ടന് പല സാഹചര്യങ്ങളിലും ചോദ്യം ചെയ്യായിരുന്നു. ഈ അനുവിൻ്റെ തൊട്ട് വെള്ളം കോരി ഒഴിച്ചതിനെ കുറിച്ച് ചോദ്യം ചെയ്യായിരുന്നു, ഇവർ ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കാത്തതിനെ കുറിച്ച് ലാലേട്ടൻ എല്ലാ വിഷയങ്ങളും ചോദ്യം ചെയ്തു. പക്ഷേ അത് ചോദിക്കേണ്ട രീതിയിൽ ചോദ്യം ചെയ്തില്ല. അതാണ് നമുക്ക് തോന്നിയ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അനീഷിൻ്റെ ഒരു ലവ് ട്രാക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അനീഷും അനുമോളും തമ്മിലുള്ള ലവ് ട്രാക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളിത് തോന്നുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് 1-2 വീഡിയോ ചെയ്തതുമാണ്. അതിനകത്ത് ഓൾറെഡി അനീഷ് പറയുന്നുണ്ട്, അനുമോളുടെ ഫ്ലെക്സിബിലിറ്റി കണ്ടിട്ട് കണ്ണി നോക്കുമ്പോൾ എനിക്കൊരു ക്രഷ് തോന്നി എന്ന് പറയുന്നുണ്ട്. ആ ക്രഷ് പിന്നെ പാല് പകത്ത് കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, അനുമോൾ തറയെ കിടക്കുമ്പോൾ കാല് തണുക്കാതിരിക്കുക പുതപ്പിച്ച് കൊടുക്കുന്നു, കാറിലിരിക്കുമ്പോൾ മുടി പറിച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നു. അനുമോൾ ഇറങ്ങിയ ഉടനെ ഞാനും ഇറങ്ങും കേട്ടോ എന്ന് പറഞ്ഞ് അനീഷ് കാറിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പം ഇവർ തമ്മിലൊരു കോംബോ സെറ്റാവുന്നുണ്ട്. ഇത് സിൻസിയർ ആയിട്ടുള്ള കോംബോ ആണോ അതോ തമാശയായിട്ടുള്ള കോംബോ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്ത് കോംബോ ആണെന്ന് പിടികിട്ടുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ, ജീവിതം നയിക്കട്ടെ, നല്ല കാര്യം. സ്ത്രീ വിരോധിയായിട്ട് ഉള്ളിലേക്ക് വന്ന അനീഷ് ഒരു സ്ത്രീ പ്രേമിയായിട്ട് പുറത്തോട്ട് പോകുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. വീണ്ടും നമ്മൾ ഷാനവാസിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഷാനവാസ് വയ്യാതെ കിടന്നപ്പോൾ
ഇവർക്കെല്ലാം അതൊരു എൻ്റെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്ന ഒരു സാമാനം മാത്രമാണ്. വീണ്ടും വീണ്ടും ഞാൻ ബഹളം ഉണ്ടാക്കും, വീണ്ടും വീണ്ടും ഒച്ചയിൽ ഞാൻ ശബ്ദം ഉണ്ടാക്കും, നീ തുടരരുത്, നീ കൊല്ലാൻ നോക്കിയോ മാറെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സിൻസിയർ ആയിട്ട് ഉള്ളിൽ നിന്ന് സ്നേഹമുള്ള ഒരാൾ അനീഷാണ്. അനീഷ് അന്നേരവും പറയുന്നുണ്ട്, ഷാനവാസെ എഴുന്നേൽക്കൂ, ഹൃദയത്തിന്റെ കാര്യമാണ്, സമയം വേസ്റ്റ് ആക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുങ്ങളെല്ലാം ചന്തയടി. ബിഗ് ബോസ് ലാലേട്ടൻ അവിടുന്ന് ഒരുപാട് തവണ പറഞ്ഞു, 4 തവണ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, 4 തവണ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, 4 തവണ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾ കൊണ്ടുവന്നില്ല, അയാൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, 4 തവണയാണ് നമ്മൾ അനൗൺസ് ചെയ്തത്, നിങ്ങൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു, 4 തവണയൊന്നുമില്ല, അപ്പോഴേ കൊണ്ടുവരണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്ന ബിഗ് ബോസ് എന്ത് ചെയ്തേനെ? ഈ 4 തവണ അനൗൺസ് ചെയ്തപ്പോഴത്തേനും ഈ വിവരം കെട്ടതുങ്ങൾ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല എന്നറിഞ്ഞപ്പോഴത്തേനും നിങ്ങളുടെ ഒരു മെഡിക്കൽ ടീം എന്നാണ് എടുത്തിട്ട് പോകണ്ടേ? അല്ല, അത് പറ്റത്തില്ല. അവർ തല്ലി കെട്ടി കൊണ്ടുപോകണ്ടേ? നമുക്ക് കണ്ടന്റ് വേണ്ടേ? നമുക്ക് പുറത്ത് കാണിക്കാൻ സാധനം വേണ്ടേ? അപ്പൊ ഈ 4 മിനിറ്റിൽ അല്ലെങ്കിൽ 8 മിനിറ്റിൽ ഈ ഷാനവാസിന് എന്തെങ്കിലും സംഭവിച്ചതെങ്കിൽ എന്ത് ചെയ്തേനെ? ഇപ്പൊ അവരാരും കൊണ്ടുവന്നില്ല, ഇവരാരും ഷാനവാസിനകത്തോട്ട് കൊണ്ടുവന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തേനെ? അപ്പൊ ഇത്രയും ഡിലേ ആകുമ്പോൾ അയാളുടെ ഹൃദയത്തിന്റെ പ്രശ്നം, ഇവരുടെ എല്ലാ ആരോഗ്യനില നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ നിങ്ങളുടെ അവിടെ നിന്ന് ടീം വന്ന് എന്തുകൊണ്ട് എടുത്തില്ല? നമ്മൾ ഈ കണ്ടസ്റ്റൻസിനെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ സൈഡിലും ഫോൾട്ട് ഉണ്ട്. ഇല്ല, ഞങ്ങൾ കൺഫെഷൻ റൂമിൽ ഇരിക്കത്തുള്ളൂ, കൺഫെഷൻ റൂമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബാക്കി കാര്യം നമ്മൾ ഏറ്റു. എനിക്ക് മനസ്സിലായ സെറ്റപ്പ് എന്താന്ന്, മനസ്സിലായില്ല സെറ്റപ്പ് എന്താന്ന്. ഏതായാലും ഇന്നത്തെ ഒരു പ്രൊമോ വന്നതിനകത്ത് ഷാനവാസിന്റെ ഇത്രയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ദ ഷാനവാസ് ഈസ് ബാക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഷാനവാസ് വരട്ടെ, നെവിൻ്റെ കാര്യത്തിൽ തീരുമാനമാവട്ടെ. നെവിൻ ഈ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തതുകൊണ്ട് നെവിനെ നമ്മൾ അടുത്ത 2 ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുന്നു. നെവിന് മണി ബോക്സ് എടുക്കാൻ സാധിക്കില്ല. ഇമാതിരി വല്ല പണിഷ്മെന്റ് വേണമെങ്കിൽ എൻ്റെ പൊന്ന് ബിഗ് ബോസെ ലാലേട്ട അത് പറഞ്ഞിട്ട് പേരല്ല കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ വലിയ സാധനം പ്രതീക്ഷിക്കുന്നത്, ബെട്ടാ സാധനം, അങ്ങനത്തെ ബെഡാ സാധനമായിട്ട് വരിക. അവനൊരു ചൊറിയുടെ കുറവുണ്ട്. ഓൾറെഡി ആര്യൻ, അക്ബർ, നെവിൻ ലാലേട്ടൻ്റെ പെറ്റാണെന്നൊരു സംസാരം പരക്കെ ഗോസിപ്പ് പുറത്ത് കറങ്ങുന്നുണ്ട്. അത് ഇല്ലാതെയാക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഏതായാലും ഇന്നലത്തെ എപ്പിഡോസ് കണ്ടതിൽ നിന്നും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് കാര്യം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തും. മറ്റൊരു ഡേറ്റ് ആണ്. ബൈ.